ഗൈസ്, നമ്മളിന്ന് പോകുന്നത് വാണിയമ്പലം പാറ. അമരമ്പലത്തു നിന്ന് വാണിയമ്പലത്തിലേക്ക് പോകുന്ന റോഡിൽ റൈറ്റ് സൈഡിലായിട്ട് ത്രിപുര സുന്ദരി ദേവി ക്ഷേത്രം എന്ന ബോർഡ് കാണും. അതിലൂടെയാണ് നമുക്ക് വാണിയമ്പലം പാറയിലേക്ക് പോകേണ്ടത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്രേക്ക് ദി ലിമിറ്റ്സ് വിത്ത് ഗ്രേസ് ആൻഡ് ആമി. യെസ്, അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് വാണിയമ്പലം പാറ കാണാനാണ് കേട്ടോ. അപ്പോൾ അവിടെ ഈ വെഹിക്കിളൊക്കെ പാർക്ക് ചെയ്യണതിൻ്റെ അവിടെ ഞങ്ങൾ നല്ല വ്യൂ കണ്ടു. അപ്പോൾ അവിടെ കുറച്ച് ഞങ്ങൾ നിന്നതാണ് കണ്ടോ. ബാക്കിലൊക്കെ നല്ല മലയും കുറച്ച് മോളെ സെറ്റ്. ഈ ഒരു ടൈമിൽ വന്നാൽ ഒരു ഈവനിങ് ടൈം വന്നാൽ നമുക്ക് സൺസെറ്റ് ഒക്കെ കണ്ടാൽ മോളെ പൊള്ളി. ഇത് 4 വീലറിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ്. കുറച്ചുകൂടെ ഹൈറ്റിൽ വണ്ടി പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങളുടെ 2 വീലർ പാർക്ക് ചെയ്തത്. 2 വീലറിന് മുകളിൽ വേറൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട്, അത് ഞങ്ങൾ കാണിച്ചു തരാം. വിശ്വാസികൾക്കും വിശ്വാസികളല്ലാത്ത സഞ്ചാരികൾക്കും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ വാണിയമ്പലം പാറ. ഇതാണ് 2 വീലറിൻ്റെ പാർക്കിംഗ് ഏരിയ. രാവിലെയും വൈകുന്നേരം ഒരു നിശ്ചിത ടൈം അവർ അനുവദിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ 5:30 to 7 PM ആണ് ഞങ്ങൾ പോയത്. അപ്പോൾ സൺസെറ്റ് കാണാനുള്ള ലക്ഷ്യത്തോടെയായിരുന്നു ഞങ്ങൾ വാണിയമ്പലം പാറ പോയത്. പക്ഷെ പോയപ്പോഴോ സൂര്യനും കാർമേഘങ്ങളും തമ്മിൽ അതികഠിനമായ പ്രണയം കാരണം കാർമേഘം സൂര്യനെ മറച്ചു വെച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും കാണാനും പറ്റിയില്ല. ക്ഷേത്രത്തിലേക്കുള്ള വഴിയും ടൂറിസ്റ്റേഴ്സിനുള്ള വഴിയും രണ്ടും രണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വിശ്വാസികൾക്ക് ക്ഷേത്രത്തിലേക്ക് പോയി പാറ എക്സ്പ്ലോർ ചെയ്യാം, അല്ലെന്നുള്ളവർക്ക് ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കാഴ്ചയൊക്കെ കണ്ട് എക്സ്പ്ലോർ ചെയ്യാം. ഈ പാറേൻ്റെ മുകളിൽ നിന്നാൽ നമുക്ക് നിലമ്പൂർ കാട് കാണാനും പറ്റും. പിന്നെ സൈലൻറ്റ് വാലിയുടെ ഭാഗമായിട്ടുള്ള വനങ്ങളും കാണാം. ഗൈസ് കണ്ടോ, ഇതാണ് സ്ഥലം. നല്ല വൈബ് സെറ്റ് സ്ഥലം കേട്ടോ. ഇരുന്ന് പോകും. ഈ പാറേൻ്റെ ഇതാണ് പാറ. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വൈഡായി കാണിച്ചു തരാം. അപ്പോൾ ഈ പാറേൻ്റെ അടിയിൽ കുറേ വെള്ളമൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്നൊക്കെയാണ് പറയുന്നത്. ആണ് അതെ, അല്ല പക്ഷെ നമുക്ക് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഈ ഇടവ് വരുമ്പോൾ നമുക്ക് കാണാം കേട്ടോ വെള്ളമുള്ളത്. അങ്ങനെ ഈ പാറങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ ഈ ഇതൊക്കെ ഫുള്ള് പോകുന്നൊക്കെയാണ് പറയണത്. ഈ പാറേൻ്റെ മുകളിൽ ഒരു അമ്പലമുണ്ട്. യെസ്, അവിടെ വരുന്നവർക്ക് വരാം. നമ്മൾ കാണിക്കാത്തത് നമ്മൾ മതം പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതെ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. യെസ്, വൈബായിരിക്കും. നല്ല സെറ്റ് സ്ഥലം കേട്ടോ. നല്ല കപ്പിൾസിനൊക്കെ വരാൻ പറ്റിയ, ലവേഴ്സിനൊക്കെ വരാൻ പറ്റിയ നല്ല സെറ്റ്. ഫാമിലിക്കാണെങ്കിലൊക്കെ എൻജോയ് ചെയ്യാം കേട്ടോ. ലവേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കുക, ചിലപ്പോൾ അറിയുന്ന ആൾക്കാരൊക്കെ. അതെ കണ്ടോ, ഫുൾ ആൾക്കാരാണ്. അതെ, കൂട് കണ്ടോ, നിറയെ ഇത് വലിയൊരു പാറയാണ്. പാറയിൽ ഓരോ മുക്കിലും മൂലയ്ക്ക് ആൾക്കാരുണ്ട്. പിന്നെ കൂടുതൽ ആമ്പിള്ളേരാണ്. വായി നോക്കാൻ താല്പര്യമുള്ളവർക്കും വരാം, താല്പര്യമില്ലാത്തവർക്കും വരാം. കണ്ടോ ഗൈസ്, നല്ല വ്യൂ കാണിച്ച വീഡിയോ എടുക്കല്ലേ യോ കാണിക്കാം. കണ്ടോ ഗൈസ്, ഇതാണ് സെറ്റ് സ്ഥലം കേട്ടോ. കണ്ടോ, നല്ല ചില്ലാവാൻ പ്രായം ഒരു പ്രശ്നമേ അല്ല. കണ്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഇതുപോലെ വരണ്ടേ. അതെ, നമ്മുടെ പൈസ നമുക്ക് 70s ഒക്കെ ആയിട്ട്. ഗൈസ് നമുക്ക് ഞാനൊരു ഇവിടെ ഇത് കൂടെ ഒരു ട്രെയിൻ പാളം കൂടെ ഉണ്ട് കേട്ടോ. റോഡ് ട്രെയിൻ പാളം ഇവിടെ കണ്ടോ, ഈ കാണുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷന്റെ പാളം. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവർ ഈ വൈബാക്കണതാട്ടോ. സെൽഫി എടുക്കണു, കണ്ടോ കൊള്ളാല്ലേ. പ്രായം ഒരു പരിധിയല്ല, ചില്ലാണ്ട് അവർക്ക് എപ്പോൾ ആണെങ്കിലും ചില്ലാവാം അല്ലേ. കണ്ടോ, ഇതാണ് വൈബ്. ഓരോ സ്ഥലത്തും ഫ്രണ്ട്സ് ഉണ്ട്, കപ്പിൾസ് ഉണ്ട്. എന്നാൽ ഒറ്റക്ക് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്യാൻ അത് തേച്ചിട്ടാണ്. ഫോട്ടോ പോസ് ചെയ്യുന്നവരുണ്ട്, ഫാമിലി ആയിട്ട് വരുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പിന്നെ ഇത് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു തേങ്ങയ്ക്കല്ലാതെ വരുന്നവരുണ്ട്. പൊട്ടിക്ക് എവിടെ സാധനം ഞങ്ങളിതാ പോപ്കോണും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് പോകാം. ഞങ്ങൾക്ക് എവിടെ പോയാലും ഫുഡ് മിക്കമിക്കലേ. ചായ എടുക്കാൻ പറ്റിയില്ല. അടുത്ത പ്രാവശ്യം നമുക്ക് ചായ ഒക്കെ എടുത്ത് കൊണ്ടുവന്ന്. അപ്പോൾ എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ആ പാർക്കിങ്ങിൽ അവിടെയൊക്കെ നിന്നെടുത്ത് ഒരുപാട് പ്ലാസ്റ്റിക് ഉണ്ട്. നമ്മളിത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകും.
അപ്പം അതുപോലെ നിങ്ങളും ചില്ലാവാൻ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ ഇവിടെ ഇടാതിരിക്കുക. പ്രകൃതി മലിനാക്കരുത് ഗൈസ്. നമുക്ക് എൻജോയ് ചെയ്യാൻ പീസ്ഫുൾ മൈൻഡ് വേണമെങ്കിൽ അങ്ങനത്തെ കച്ചറകളൊക്കെ കണ്ടാൽ വരുമല്ലോ. ഇവിടെ കണ്ടോ നല്ല ക്ലീനാണ്. പക്ഷെ പാർക്കിംഗ് സ്ലോട്ടിൻ്റെ അവിടെ ഒരുപാട് ലേസിൻ്റെ അതിൻ്റെ ഇതൊക്കെ കവർ ക്ലീൻ ആവാൻ കാരണം കാറ്റ് വന്നുകൊണ്ടെല്ലാം പറത്തി പോവാ. അപ്പം അങ്ങനെ ചെയ്യാതിരിക്കാം കേട്ടോ. ആണോ ഞാൻ തിന്നു. ഈ പാറയെ ചുറ്റിയിട്ടാണ് ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത ഉള്ളത്. പണ്ട് ബ്രിട്ടീഷുകാർ തേക്ക് കടത്താൻ വേണ്ടിയായിരുന്നു നമ്മുടെ ഈ ഷൊർണൂർ നിലമ്പൂർ റെയിൽവേ പാത നിർമ്മിച്ചത്. അപ്പോൾ ഈ പാറയിൽ ജനവാസം ഉള്ളതുകൊണ്ട് അത് പൊട്ടിച്ച് നിർമ്മിച്ചു കഴിഞ്ഞാലുള്ള ഭീഷണി കാരണം കൊണ്ടും അവർ ഈ പാറയെ ചുറ്റിയാണ് റെയിൽവേ പാത നിർമ്മിച്ചത്. ആമിക്ക് നൊക്ലാച്ചി അടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് മേടിപ്പിച്ചതാണ് ഗൈസ്. കണ്ടോ കണ്ട് കഴിച്ചിട്ടില്ല. നൊക്ലാച്ചി സ്വാഭാവികം, ഗേൾസ് അല്ലേ. ബോയ്സിനുണ്ട്, ഗേൾ ബോയ്സൊന്നും എനിക്കില്ല കേട്ടോ. അതെ കണ്ടോ സംഭവം കുഴപ്പമില്ല. ഉള്ളിലൊരു കടല ഉണ്ടാവും. യെസ് അതാണ് എനിക്ക്. പക്ഷേ ഇങ്ങനെ മധുരം വന്നിട്ട് പിന്നെ കടല വരുന്നത് എനിക്ക് ഇഷ്ടമായില്ല. എന്തായാലും ഒന്ന് വരി കിട്ടുമെന്നല്ല, ഫുഡല്ലേ ഗൈസ്, വേസ്റ്റ് ആക്കാൻ പാടില്ല. എന്ത് വന്നാലും ഇത് കളയുന്നതെന്ന് വിചാരിച്ച എത്രയൊക്കെ എടുത്ത് തിന്നു. പിന്നെ നിങ്ങൾക്കൊരു സങ്കടം ആവണ്ടെന്ന് വിചാരിച്ചിട്ട് നല്ല വേണമായിട്ടല്ല കേട്ടോ. അപ്പോൾ അമ്മന്നിട്ട് പൂ പൊളിക്കുകയാണെന്ന് ഒന്നും കഴിച്ചിട്ടില്ല എന്നാ തോന്നുന്നത്. പോപ്കോൺ എരിവുള്ള മേടിച്ചാൽ എന്നിട്ട് അത് തിന്ന് എരിഞ്ഞിട്ട് എന്നാൽ ഒരു കുപ്പി വെള്ളം മേടിക്കാം. ഞാൻ മറന്നുപോയി കണ്ടോ മുക്കിന്ന് ട്രെയിന് കാത്തിരിക്കുന്ന. യെസ് ട്രെയിൻ വരാൻ കുറച്ച് ലേറ്റ് ആവും. നമുക്ക് പോകണ്ടേ? ട്രെയിൻ വരുന്നില്ല. വേണോ? വേണ്ട, വെള്ളം നോക്കട്ടെ. ഇതെന്താ റോസോ? റോസ്. കണ്ടോ നല്ല സെറ്റ് സ്ഥലമാട്ടോ ഗൈസ്. ഇവിടെ വന്ന് ഇരുന്നാൽ നമ്മളങ്ങ് ഇരുന്ന് പോവും. നമുക്ക് വീട്ടിൽ പോകാനൊന്നും തോന്നത്തില്ല, സമയമൊന്നും അറിയുന്നില്ല. യെസ് വന്നിരുന്നാൽ പിന്നെ മോളെ വേറെ വൈബാണ്. കണ്ടോ എല്ലാവരും വരുന്ന കുറേ പേരൊക്കെ ഇപ്പോൾ വരുന്നുള്ളൂ കേട്ടോ. നമുക്ക് ഈ സൺസെറ്റ് ഒക്കെ കാണാവുന്ന ആ ടൈമിൽ വരണം. ഈ പാറേൻ്റെ അടിയിൽ കുറേ വെള്ളം ഉണ്ടെന്നൊക്കെ പറയുന്നത്. വെള്ളം ഉണ്ട് കേട്ടോ, ഞങ്ങൾ കണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് എണീക്കാൻ വയ്യ. നിങ്ങൾ തന്നെ വരുമ്പോൾ പോയി കണ്ടോളൂ, ഞങ്ങൾക്ക് എണീക്കാൻ വയ്യ. ഇവിടെ കണ്ട ഒരു കുളമോ അങ്ങോട്ട് അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. പോയി പോകണം, നോക്കാം. എന്നാ വാ അതാണ് കഷ്ടപ്പെട്ട് സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ക്യാമറയിലൊന്നും കണ്ടാൽ നേരിട്ട് വന്ന് കാണണം ഗൈസ്. എൻജോയ് ചെയ്യണം ഈ കാറ്റ്. പിന്നെ ഒരു നല്ല ചായ ഒക്കെ ഉണ്ടെങ്കിൽ പൊളിയാട്ടോ. ഈ മോഹൻലാൽ പറഞ്ഞിട്ടില്ലേ, മോഹൻലാലോ മമ്മൂട്ടിയോ ആരും പറഞ്ഞിട്ടില്ലേ, ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദം കൂടും എന്നാണല്ലോ. നമുക്ക് ചായ എടുക്കാൻ മറന്നുപോയി. സാരല്ല, നമുക്ക് എടുക്കാം കേട്ടോ. ഗൈസ് ഇതാണ് ഏത് വേനലിലും വറ്റാത്ത കുളം. ഫുൾ ഇരുടായി. നമ്മൾ വീഡിയോഗ്രാഫിക്കൊക്കെ നമ്മൾ നേരത്തെ തന്നെ വരണം. അല്ല എൻജോയ് ചെയ്യാനാണെങ്കിൽ ഈ ടൈമാണ് ബെസ്റ്റ്. ട്രെയിനിൻ്റെ ചോളം വിളിക്കും, അതിലേ പോവും. ലൈറ്റ് മാത്രം കാണാം. ട്രെയിൻ വരുന്നു വരട്ടെ. എവിടെ? അതല്ലേ
നല്ല ഇരുടായി, ഫുള്ള് ചുറ്റിലും ഫുള്ള് ഡാർക്കാണ്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെയൊക്കെ ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ടും ഒക്കെ പോയതാണ്. പെട്ടെന്നൊരു പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ വന്നു. ഇവിടെ നല്ല രസമാട്ടോ, എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്ക് വേണമെങ്കിൽ വരാം കേട്ടോ. പിന്നെന്താ പറയുക, സമയം 7 മണിയായി. ഞങ്ങൾ പറ്റുന്നത്ര ബ്രൈറ്റ്നെസ് ഇട്ട് കാണിക്കുന്നതാ. ആക്ച്വലി ഇതെങ്ങനെയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതാണ് പറ്റുന്ന പോലെ ബ്രൈറ്റ് ആക്കി കാണിച്ചു തരുന്നതാണ്. ആൾക്കാരൊക്കെ ഉണ്ട്, ഇപ്പോഴും ഒരുപാട് ആളുണ്ട്. അതെ, നൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾ കുറച്ച് ഇങ്ങോട്ട് മാറി നിന്നതാ. അവിടെ ഒരു സ്റ്റാർ കേട്ടോ, നിങ്ങൾക്ക് സ്റ്റാറിനെ കാണിച്ചു തരാം. ചൂടി പോട്ടെ, മുന്നോട്ട് പോട്ടെ. ഉണ്ടോ? ഇതാണ് സ്റ്റാർ. അതെന്ത് സാധനം? സ്റ്റാറേ. ഇപ്പം സമയം 7:17. ഇവിടുത്തെ ആൾക്കാരൊക്കെ വിസിലടിച്ചിട്ട് ഇറങ്ങാൻ പോകാൻ പറയുന്നുണ്ട് കേട്ടോ. ഇവര് ഇങ്ങനെ കറക്റ്റ് ടൈമിൽ പറയത്തുള്ളൂ. ഒരു ടൈമുണ്ട്, ആ ടൈം കഴിഞ്ഞാൽ അവർ നമ്മളെ ഇരുത്തത്തില്ല കേട്ടോ. കണ്ടോ കേട്ടോ, വിളിക്കുന്നുണ്ടോ? പുതിയതായിട്ട് തുടങ്ങിയതാണ്. ഞങ്ങളൊക്കെ പോയപ്പോൾ ഒരു 8 മണി 9 മണി വരെ ഞങ്ങൾ നിന്നു. എൻ്റെ ഫേസിലേക്ക് ഫ്ലാഷ് ഉണ്ടോ? ആ അങ്ങനെ കണ്ണു കാണാൻ മേലെ. അപ്പോൾ ഓക്കെ, നമ്മളിനി വണ്ടി പാർക്ക് ചെയ്തിരുന്ന് എടുത്തിട്ട് പോവും. അപ്പം അങ്ങനെ ഇനി കാണാം. ഗൈസ് കണ്ടോ, ഇതാണ് സ്ഥലം. നല്ല വൈബ് സെറ്റ് സ്ഥലം കേട്ടോ. ഇരുന്ന് പോകും ഈ പാറേൻ്റെ